എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കോഴിക്കോടിനടുത്ത് കക്കയം റൂട്ടിൽ കരിയാത്തൻപാറ തോണിക്കടവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ്. വളരെ മനോഹരമായ ഒരു ലൊക്കേഷനാണിത്. കോഴിക്കോട്ടുകാർക്ക് ഏറ്റവും അടുത്ത് ട്രാവൽ ചെയ്താൽ എത്താവുന്ന ഒരു സ്ഥലമാണ്. ജനുവരി ഫെബ്രുവരി മാസം ഒക്കെ ആയതുകൊണ്ട് തന്നെ പച്ചപ്പിൻ്റെ കുറവുണ്ട്. സാധാരണഗതിയിൽ ഇവിടെ നന്നായി പച്ചപ്പുല്ല് വളരെ മനോഹരമായി നമുക്കൊരു ഗ്രീനറി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ യാത്രയിൽ നമുക്കത് കൂടുതലായിട്ട് കിട്ടിയിട്ടില്ല. എന്നാലും വളരെ മനോഹരമായ കാഴ്ചകൾ ഈ സ്ഥലം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഒരു കുഞ്ഞു കലാകാരി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആഷ്മി എന്നാണ് പേര്, മോളാണ്. അപ്പോൾ ഞങ്ങൾ വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി, അവളുടെ കളറും ബ്രഷും ഒക്കെ സെറ്റ് ചെയ്ത് ഈസലിൽ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വരയ്ക്കാൻ തുടങ്ങി. ഈ കാഴ്ചകൾക്കൊക്കെ അപ്പുറത്ത് അതിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് അവിടെ പുല്ല് മേയാൻ വിട്ടിട്ടുള്ള പശുക്കളാണ്. ഒരുപാട് പശുക്കളെ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. അതുപോലെ ആടുകളെ ഒക്കെ തന്നെ നമുക്ക് വളരെ രസകരമായ ഒരു കാഴ്ച തന്നെ നമുക്ക് സമ്മാനിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് തന്നെ അതിനൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്തത്. എങ്കിലും വളരെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് വീടിൻ്റെ അകത്ത് ഇരുന്ന് വരയ്ക്കുന്നതിനേക്കാൾ എത്രയോ ഒരു സന്തോഷം കിട്ടുന്നൊരു ഒരു പരിപാടിയാണ് ഏതെങ്കിലും ഒരു നല്ലൊരു സ്ഥലത്തിരുന്ന് വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ ഫോട്ടോ എടുത്ത് വീട്ടിൽ വെച്ച് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും അനുഭവിക്കാൻ കഴിയില്ല. നമുക്ക് ആ ഒരു ഫോട്ടോ നോക്കി ഒരു മെക്കാനിക്കലായിട്ട് വരയ്ക്കാനാണ് കഴിയുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് ആ ഒരു സ്പോട്ടിൽ ഇരുന്ന് വരയ്ക്കുമ്പോൾ നമുക്കത്
അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ മറ്റ് കാഴ്ചകളൊക്കെ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കും. അപ്പം അതാണ് നമ്മളെ ഈ പ്ലെയിൻ എയർ വർക്കിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഒരു യാത്ര, ആ യാത്രയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം വളരെ സന്തോഷത്തോടെ ചെയ്യാനും കഴിയുന്നൊരു അവസ്ഥ കൂടി ഇതിലുണ്ട്.